ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പൊ ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരുവിൽ നിന്നുള്ള 18 ദിവസത്തെ ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 12 ദിവസം പിന്നിട്ടു അല്ലെ, 12 അധ്യായങ്ങൾ കഴിഞ്ഞിരിക്കണു. ഇപ്പോ ഇനി നമ്മൾ 6 അധ്യായം, അത് ജ്ഞാനയോഗം, അറിവാണ് തരുന്നത് ഭഗവാൻ. ഇപ്പോ നമ്മള് 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗത്തിൽ നമ്മൾ എന്താ കണ്ടത്? ഭഗവാൻ കൃഷ്ണനാണ് അല്ലെ, പരമതത്വം ആയിട്ടുള്ള, പരമസത്യമായിട്ടുള്ള, എല്ലാറ്റിൻ്റെയും ഉറവിടമായിട്ടുള്ള ആ ഭഗവാനെ കുറിച്ച്, എല്ലാത്തിൻ്റെയും പരിപാലകൻ ഭഗവാനാണ് എന്ന് നമ്മൾ അറിഞ്ഞു. ഇനി 8-ാമത്തെ അധ്യായമായിട്ടുള്ള പരമപദപ്രാപ്തി എന്നുള്ള ആ അധ്യായമാണെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും, അത് പ്രത്യേകിച്ച് നമ്മൾ മരണവേളയില് ഭഗവാനെ സ്മരിക്കുക വഴി ഒരു വ്യക്തി ഭഗവത് ധാമത്തിലേക്ക് എത്തും എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അന്ധകാലേജ മാമേവ സ്മരൻ മുക്ത്വാ കളേവരം എന്നുള്ള ശ്ലോകമൊക്കെ നമ്മൾ കണ്ടു. 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം, പരമരഹസ്യമായിട്ടുള്ള അറിവ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നു. ഭക്തിയുത സേവനം വഴി ഭഗവാനുമായിട്ട് ശാശ്വത ബന്ധം നേടാമെന്ന് കണ്ടു. പരിശുദ്ധ ഭക്തി വളർത്തി ഭഗവത് പ്രാപ്തിയും നേടാം എന്ന് അല്ലെ. മന്മനാഭവമത് ഭക്തോ മധ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസിയുക്തൈവ ആത്മാനം മത്പരായണ. 4 കാര്യങ്ങൾ ചെയ്താൽ മതി ഭഗവത് പ്രാപ്തിക്ക്, നമ്മൾ പഠിച്ചു അല്ലെ. ഭഗവാനെ മനസ്സിൽ എപ്പോഴും വിചാരിക്കുക, ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുക, പ്രണമിക്കുക അല്ലെ. എപ്പോഴും മനസ്സിൽ ഭഗവാനെ സ്മരണ ഉണ്ടാവുക. അങ്ങനെ എല്ലാ പ്രവൃത്തികളും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്താൽ മാത്രം മതി. സോ സിമ്പിൾ ആണ് അല്ലെ ഭക്തി.
അപ്പൊ 10-ാം അധ്യായം അതിലെന്താ കണ്ടത്? ഭഗവാന്റെ ദിവ്യമായ ശക്തികളുടെയും വിഭൂതികളുടെയും ഒക്കെ ആവിഷ്കാരങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലെ? എല്ലാ അത്ഭുത പ്രതിഭാസങ്ങളും, പിന്നെ ചതുശ്ലോകീ ഗീത, ആ ഭഗവാന് ആ ഭഗവത്ഗീതയിലൂടെ നൽകാനുള്ള സന്ദേശങ്ങളും എല്ലാം തന്നെ ആ 4 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു തന്നു. 11-ാമത്തെ നമ്മൾ കണ്ടു വിശ്വരൂപ ദർശന യോഗം അല്ലെ? യൂണിവേഴ്സൽ ഫോം ഭഗവാൻ കാണിച്ചു തന്നു. അങ്ങനെ പിന്നീട് ശ്യാമസുന്ദര രൂപമാണ് തന്റെ മൂലരൂപം എന്ന് പറഞ്ഞു. ഭക്തിയോഗം ഇന്നലെ നമ്മൾ കണ്ടു അല്ലെ? കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനം ചെയ്ത് ദൈവിക ഗുണങ്ങൾ ആർജിക്കാം അല്ലെ? നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്, കൃഷ്ണപ്രേമമുണ്ട്, അതൊന്ന് പ്രബലമാക്കുകയേ വേണ്ടൂ. അപ്പോ ഭഗവാന്റെ പ്രിയ ഭക്തരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കും ഭഗവാന്റെ പ്രിയ ഭക്തരാവണ്ടേ? അപ്പൊ നമ്മള് അതുപോലെയൊക്കെ ഭഗവാനെ അനുസരിച്ചാ മതി. ഇപ്പോ നമ്മള് ഇന്നലത്തെ അധ്യായത്തില് ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെ ഉപാസിക്കുന്നവര് വ്യക്തിശൂന്യവാദികളെക്കാളും ശ്രേഷ്ഠര് അവരാണ് അല്ലെ? വ്യക്തി രൂപത്തിൽ ഭഗവാനെ ആരാധിച്ച് ഉപാസിക്കുന്നവരാണ് ശ്രേഷ്ഠര്. പെട്ടെന്ന് അവര് പരിപൂർണതയിൽ എത്തുകയും ചെയ്യും. മറ്റേ വഴി ജ്ഞാനയോഗികളുടെ വഴിയാണ്. അത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വഴിയാണ് എന്ന് പറഞ്ഞു. പിന്നെ സദാ ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കുക, അത് തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തിയോഗം എന്നുള്ളത്. ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശാനുസരണം ദിനചര്യ ചിട്ടപ്പെടുത്തിയിട്ട് ജപം, പൂജ, ശാസ്ത്ര പഠനം ഇതൊക്കെ കൊണ്ട് ഭക്തിയോഗത്തിലേക്ക് വരാമെന്ന് പറഞ്ഞു. പിന്നെയോ ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഭക്തിയോഗത്തിലേക്ക് എത്താം. എല്ലാ കർമ്മഫലങ്ങളും കൃഷ്ണാർപ്പണമായി കർമ്മഫലത്യാഗത്തിലൂടെ ഭക്തിയോഗത്തിലെത്താം. ഇതൊന്നും സാധിക്കില്ലെങ്കിലോ ജ്ഞാനയോഗത്തിലൂടെ അല്ലെ ഭക്തിയോഗത്തിലെത്താം എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഭക്തന്റെ ക്വാളിറ്റീസ് അല്ലെ, യോഗ്യത, ഗുണങ്ങളൊക്കെ പറഞ്ഞു. ഒരു ഭക്തൻ ഏത് പരിതസ്ഥിതിയിലും അസ്വസ്ഥനാവില്ല, ശത്രുവിനോട് പോലും വൈരം ഉണ്ടാവില്ല. ദുഃഖം വന്നാലോ ഭഗവത് കൃപ കൊണ്ട് എനിക്ക് എത്രയോ തുച്ഛമാണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത്, എനിക്ക് ശരിക്കും ഞാൻ ഇതിനേക്കാളൊക്കെ വളരെ കൂടുതൽ അർഹിക്കുന്നുണ്ട്, പക്ഷേ ഭഗവത് കരുണ കൊണ്ട് എനിക്ക് ഇത്രേ അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ. കടുത്ത ക്ലേശത്തിലും ശാന്തനായിരിക്കും. അപ്പോ ഭഗവത് കാരുണ്യത്താൽ എന്താണോ ലഭിക്കണത് അതിൽ സംതൃപ്തിയുള്ളവനായിരിക്കും. അതാണ് ഒരു ഉത്തമ ഭക്തന്റെ ലക്ഷണം. ഭഗവാന് പ്രിയവും അങ്ങനെയുള്ള ഭക്തരോടായിരിക്കും. ഹരേ കൃഷ്ണ. അപ്പോ നമ്മള് ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടാൽ മാത്രം മതിയല്ലേ? എന്റെ സംരക്ഷണത്തിന് ഏത് സന്നിഗ്ധ ഘട്ടത്തിലും ഭഗവാൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം എപ്പോഴും. ഇനി ഇന്നത്തെ അധ്യായം എന്താണ്? പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം എന്നീ 6 വാക്കുകളുടെ നിർവചനം ആരായാണ്? പുതിയ പുതിയ വാക്കുകളാണ് അല്ലെ? അത് ജ്ഞാനത്തിനെ കുറിച്ച്, അതിന്റെ ലക്ഷണങ്ങള്, അങ്ങനെയൊക്കെ ഈ അധ്യായത്തില് പുതിയ സബ്ജക്റ്റ് ആണ് പറയാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ഇപ്പൊ പോകാം നമുക്ക് 13-ാം അധ്യായത്തിലേക്ക്. ഹരേ കൃഷ്ണ. അധ്യായം 13. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ. ഹരേ കൃഷ്ണ. 1-ാമത്തെ ശ്ലോകം. അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത്, ഇവയെക്കുറിച്ചെല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പറയാണ്, എന്താണ് പ്രകൃതി, എന്താണ് പുരുഷൻ, എന്താണ് ക്ഷേത്രം എന്ന് വെച്ചാ, എന്താണ് ക്ഷേത്രജ്ഞൻ എന്നാൽ, ജ്ഞാനം എന്താണ്, ജ്ഞേയം എന്താണ്, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. നമ്മള് മുമ്പ് പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളാണ്
ഇവിടെ അർജുനൻ പറഞ്ഞു തരാൻ ആവശ്യപ്പെടുന്നത്? പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനവിഷയം. ജ്ഞേയം എന്ന് വെച്ചാല് ജ്ഞാനവിഷയം. എന്താണോ അറിയേണ്ടത് അതാണ് ജ്ഞേയം. അതിനെക്കുറിച്ച് അറിയാനാണ് അർജുനൻ ആഗ്രഹിച്ചത്. ഈ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്. എന്താണ് ക്ഷേത്രം എന്ന് വെച്ചാല്? നമ്മളുടെ ഈ ഭൗതിക ശരീരം തന്നെ, അതാണ് ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്. അതിനെ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ ഈ ശരീരത്തിനെ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. എന്ന് വെച്ചാല് നമ്മുടെ ഉള്ളിലിരിക്കണ ആ അവബോധം, ആത്മാവ്, ചൈതന്യം, സത്ത, പ്രജ്ഞ എന്നൊക്കെ പല പല വാക്കുകളിൽ പറയും. അപ്പോ ഈ ക്ഷേത്രത്തിനെ, നമ്മളുടെ ഈ ശരീരത്തിനെ അറിയുന്ന ആളാണ് ക്ഷേത്രജ്ഞൻ. ശരീരത്തിനകത്തുള്ള ആത്മാവ് എന്ന് ഭഗവാൻ ഉത്തരം നൽകുന്നുണ്ട്. ബദ്ധനായ ആത്മാവിന്റെ കർമ്മവേദിയാണ് ശരീരം. അപ്പോ നമ്മുടെ ആത്മാവ്, നമ്മൾ ബദ്ധാത്മാക്കളാണ്. അതുകൊണ്ടാ നമ്മൾ ഈ ഭവസാഗരത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് മോചനം കിട്ടണം അല്ലെ? അതിനുള്ള മാർഗമാണ് ഇപ്പൊ നമ്മൾ ആരാഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോ ഈ ബദ്ധനായ ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ഒരു കർമ്മവേദി, അതാണ് നമ്മുടെ ശരീരം, അതാണ് ക്ഷേത്രം എന്നതുകൊണ്ട്. ബദ്ധ ജീവാത്മാവ് ഭൗതിക പ്രകൃതിയിൽ കുടുങ്ങിക്കിടക്കുന്നു. ആ ഭൗതിക പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എങ്ങനെ? ഭൗതിക പ്രകൃതിയെ കീഴടക്കാനെന്നുള്ള അവകാശം നമുക്കില്ല അല്ലെ? നമ്മള് ഭഗവാന്റെ ദാസരാണ് എന്ന് നമ്മൾ അറിയണം. മൂലസ്വരൂപത്തെ നമ്മൾ അറിയണം. ഇങ്ങനെ പ്രകൃതിക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ എത്രമാത്രം കഴിവുണ്ടെന്നതിനെ ആശ്രയിച്ച് അയാൾക്കൊരു കർമ്മവേദി ലഭിക്കും. ആ പ്രവർത്തന മണ്ഡലമാണ് ശരീരം. അപ്പോ നമ്മൾ ഇവിടെ ഈ ഭൗതികതയിൽ വന്നത് നമ്മൾ ആഗ്രഹിക്കും അല്ലെ? നമ്മുടെ ഈ ഗുണങ്ങള്, പ്രകൃതി ഗുണങ്ങളുടെ പ്രഭാവത്താലാണ് നമ്മളുടെ ചിന്തകള്, വാക്കുകള്, കർമ്മങ്ങളൊക്കെ ഉണ്ടാവണത്. അതിനനുസരിച്ചിട്ട് നമുക്ക് എത്രമാത്രം കഴിവുണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് ഈ ശരീരം ലഭിക്കണത്. പല പല ജന്മങ്ങള് കഴിയുമ്പോൾ അല്ലെ? ഈ ജന്മം കഴിഞ്ഞാൽ മറ്റൊരു ജന്മത്തിലേക്ക് പോകും, വേറൊരു ശരീരം നമുക്ക് കിട്ടും അല്ലെ? അങ്ങനെ ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ഒരു കർമ്മവേദി, പ്രവർത്തന മണ്ഡലം, അതാണ് ശരീരം എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയാണ്. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിത. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, കുന്തിപുത്ര, ഈ ശരീരം ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. ഇതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനുമത്രേ. അപ്പോ നമ്മളുടെ ഈ ഭൗതിക ശരീരം എന്താണ്? ക്ഷേത്രം എന്നുള്ള പുതിയ വാക്കാണ് ഈ അധ്യായത്തിലൂടെ പരിചയപ്പെടുത്തണത്. ഇതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞൻ. നമ്മുടെ ആത്മാവിന് നമ്മളുടെ ശരീരത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ക്ഷേത്രജ്ഞൻ എന്ന് പറയും. ഇവിടുത്തെ പിക്ചർ ഒന്ന് നോക്കൂ. ഇത് നമ്മളുടെ അന്തര്യാമിയായിട്ട് ആത്മാവുണ്ട്. പറഞ്ഞു, നമ്മളുടെ ഉള്ളിൽ ആത്മാവുണ്ട്. ആ ആത്മാവിന് സൂക്ഷ്മ ശരീരം തല ആവരണം ചെയ്തിരിക്കുന്നു. അതിനെയും ആവരണം ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്ഥൂല ശരീരമാണ്, പഞ്ചഭൂതാത്മകമായ സ്ഥൂല ശരീരം. ആത്മാവിന് എന്താണ്? മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നുള്ളത് സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരവും ആത്മാവും വലിയ ഫ്രണ്ട്സാ. അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത് ഈ ആത്മാവും ഈ സൂക്ഷ്മ ശരീരവും കൂടെയാ പോകുന്നത്. അപ്പോ നമ്മുടെ ആത്മാവുണ്ട് ഉള്ളില്, മാത്രമല്ല പരമാത്മാവുണ്ട്. എല്ലാ ശരീരങ്ങളിലും അന്തര്യാമിയായിട്ട് പരമാത്മാവുമുണ്ട്, നമുക്കറിയാം. അപ്പൊ ഇവിടുത്തെ പിക്ചർ നോക്കൂ. ഹരേ കൃഷ്ണ. ഈ മൂന്നാമത്തെ പിക്ചർ ഒന്ന് നോക്കൂ. അതെങ്ങനെയാണെങ്കിൽ, ഒരു മരത്തില് 2 പക്ഷികൾ ഇരിക്കണു അല്ലെ? അപ്പൊ ഒരു പക്ഷി വളരെ ആക്റ്റീവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും പറന്നും അത് ഓരോ ഫലങ്ങൾ ഒക്കെ കൊത്തിപ്പെറുക്കി തിന്നാണ് അല്ലെ? മറ്റൊരു പക്ഷിയുണ്ട്, ഒന്നും ചെയ്യണില്ല, വെറും സാക്ഷി രൂപത്തിൽ ഇരിക്കുകയാണ്. അപ്പോ ഈ മരം എന്ന് പറയണത് നമ്മളുടെ ശരീരാണ്. അപ്പോ ശരീരാണെന്നുണ്ടെങ്കിൽ ഈ ആത്മാവുണ്ടല്ലോ, ആത്മാവ് റെസ്റ്റ്ലെസ്സാ,
അവിടെ അത് ഇത് ഒക്കെ ഇങ്ങനെ അതിലേക്ക് ചാടണു ഇതിലേക്ക് ചാടണു. അതല്ലെങ്കിൽ ഈ ആത്മാവ് മറ്റൊരു ശരീരം എടുക്കണു, അതിൽ കുറെ കാലം ഇരുന്നതിന് ശേഷം മറ്റൊരു ശരീരം എടുക്കണു. അതാണ് ബ്രാഞ്ച് വൈസ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. എന്നാൽ അപ്പോഴൊക്കെയും തന്നെ വേറൊരു പക്ഷിയുണ്ട് അല്ലെ, ശാന്തനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അത് പരമാത്മാവാണ്. ഇത് ആത്മാവാണെന്നുണ്ടെങ്കിൽ ഇത് പരമാത്മാവാണ്. നമ്മളുടെ ശരീരത്തില് ആത്മാവും ഉണ്ട്, പരമാത്മാവും ഉണ്ട്. ഇതെന്താ? ഇത് ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ 3 സാക്ഷാത്കാര ലെവലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 3-ാമത്തെ ശ്ലോകം. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ഹേ ഭാരതവംശജ, സർവശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. അപ്പൊ ഭഗവാൻ പറയാ, ആത്മാവുണ്ട് നമ്മുടെ ഉള്ളില്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പിന്നെ ഭഗവാൻ പറയാണ്, സർവശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. അപ്പൊ ആ പരമാത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവാനും ക്ഷേത്രജ്ഞൻ തന്നെ. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. അപ്പോ ഈ അറിവാണ് ജ്ഞാനം. ശരിയായിട്ടുള്ള അറിവ് എന്താ? ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെ അറിയണം, പിന്നെയോ അതിനകത്തുള്ള ക്ഷേത്രജ്ഞനെയും കുറിച്ച് അറിയണം. അതാണ് ജ്ഞാനം എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. എന്താണ്? പ്രകൃതിയെ പറഞ്ഞിട്ടില്ല അല്ലെ. ഓരോ ശരീരത്തിലും കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞൻ ഞാനാണെന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നു. ഓരോ ശരീരത്തിലും അന്തര്യാമിയായിട്ട് ഹൃദയ ഗുഹയില് ഭഗവാനുണ്ട്. ഈ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയമല്ല അല്ലേ, അത് വേറൊരു സ്ഥലമാണ്. അവിടെയാണ് ഭഗവാനൊക്കെ കുടികൊള്ളുന്നത്. ഇപ്പൊ ഒരു വ്യക്തിക്ക് സ്വശരീരത്തെ കുറിച്ച് മാത്രമേ അറിയൂ, മറ്റുള്ളവരുടെ ശരീരത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ. സർവശരീരങ്ങളിലും പരമാത്മാവായി വാഴുന്ന ഭഗവാനോ എല്ലാ ശരീരങ്ങളെ കുറിച്ചും തികച്ചും അറിയാം. ഇപ്പൊ നമ്മളുടെ കൈ മുറിഞ്ഞാല് നമ്മൾക്ക് മാത്രമാണ് വേദനിക്കണേ, മറ്റാർക്കും വേദനിക്കില്ല. സുഖം അല്ലേ, അതൊക്കെ വിശപ്പ്, ഇതൊക്കെ നമ്മൾക്ക് മാത്രമാണ് അറിയുള്ളൂ നമ്മളുടെ കാര്യം. പക്ഷെ ഭഗവാൻ എല്ലാവരിലും അന്തര്യാമിയായിരിക്കുന്ന സർവശരീരങ്ങളിലും പരമാത്മാവായി വാഴുന്ന ഭഗവാനോ എല്ലാ ശരീരങ്ങളെ കുറിച്ചും അറിയാം. ഏതുപോലെയാന്നോ, ഇപ്പൊ ഒരു രാജാവിന് ആ രാജ്യത്തെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അറിയാം അല്ലെ. പക്ഷെ നമുക്കോ നമ്മുടെ സ്ഥലത്തെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമുക്ക് എത്ര സെന്റ് സ്ഥലമുണ്ട് അല്ലെ, എത്ര ഭൂമിയുണ്ട്, അതൊക്കെ നമ്മുടെ ഭൂമി നമുക്ക് നമ്മുടെ ഭൂമിയെ കുറിച്ച് മാത്രം അറിയും. എന്നാൽ രാജാവിന് എല്ലാ ഭൂമിയെ കുറിച്ചും അറിയാം. അതുപോലെ ആത്മാവിന് ആ ശരീരത്തെ കുറിച്ച് മാത്രം അറിയാം. എന്നാൽ പരമാത്മാവായ ഭഗവാനോ എല്ലാ ശരീരങ്ങളെയും കുറിച്ച് തികച്ചും അറിയാം. എല്ലാവിധ ജീവജാലങ്ങളുടെയും നാനാവിധ ശരീരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് പൂർണ്ണമായ അറിവുണ്ട്. 84 ലക്ഷം തരം യോനിയില് ജീവാത്മാക്കളുണ്ട് എന്ന് നമ്മൾ കണ്ടു അല്ലേ. ജലത്തിലായാലും അഗ്നിക്കുള്ളിൽ പോലും, മണ്ണിനടിയില്, അതുപോലെ 2 കാലുള്ളത്, അനേകം കാലുകളുള്ളത് പക്ഷികള്, അങ്ങനെ പല പല തരത്തിലുള്ള 84 ലക്ഷം ടൈപ്പ് ജീവഗണങ്ങള്, അവയുടെ എല്ലാവിധ ശരീരങ്ങളെ കുറിച്ചും ഭഗവാന് പൂർണ്ണമായിട്ട് അറിവുണ്ട് എന്നാണ് 6-7 ശ്ലോകങ്ങളുടെ താല്പര്യം. 5 മഹാഭൂതങ്ങൾ, മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. പറയാണ്, ഈ 24 ഘടകങ്ങൾ കൂടിയതാണ് ഈ ക്ഷേത്രവും പ്രതിപ്രവർത്തനങ്ങളും എന്ന്. അതിനെ മഹത്തത്വം എന്നാണ് പറയാ. പൊതുവെ പറയുന്ന ഒരു പേരാണ് മഹത്തത്വം എന്ന്. അത് ഏതൊക്കെയാണ്? പഞ്ചമഹാഭൂതങ്ങള്, മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങള്, അങ്ങനെയുള്ളതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങളുണ്ട്. അപ്പോ 5 മഹാഭൂതങ്ങള് ഉണ്ട്. 24 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ള സ്പ്ലിറ്റപ്പ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്.
പിന്നെ മിഥ്യാഹങ്കാരം, ബുദ്ധി, പ്രകൃതിയുടെ അവ്യക്ത നിലയിലുള്ള 3 ഗുണങ്ങള്. ഇപ്പൊ 3 ഗുണങ്ങള് നമ്മൾക്കറിയാം അല്ലെ? സത്വം, രജസ്, തമസ് എന്നുള്ള പ്രകൃതിയുടെ 3 ഗുണങ്ങള്. മിഥ്യാഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശരീരമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മിഥ്യാഹങ്കാരം. നമ്മൾ ശരിക്കും ആത്മാവാണ് അല്ലെ? അപ്പോ നമ്മളുടെ ആ മിഥ്യാഹങ്കാരം സത്യാഹങ്കാരമാവുന്നത് എപ്പോഴാ? നമ്മൾ ആത്മീയതയിൽ എത്തുമ്പോഴാണ് അല്ലെ? സത്യാഹങ്കാരമാവും, നമ്മള് ആത്മാവാണ് എന്ന് നമ്മൾ അറിയും. അപ്പോ നമ്മുടെ മിഥ്യാഹങ്കാരവും ബുദ്ധിയും പ്രകൃതിയുടെ 3 ഗുണങ്ങളും പിന്നെന്താണ് കർമ്മേന്ദ്രിയങ്ങളായിട്ടുള്ള ഇത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട് നമുക്ക് അല്ലെ? ജ്ഞാനേന്ദ്രിയങ്ങള്, ആദ്യം ജ്ഞാനേന്ദ്രിയങ്ങൾ പറഞ്ഞു, പിന്നെ കർമ്മേന്ദ്രിയങ്ങള് പ്രവൃത്തി ചെയ്യണ ഇന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, കാല്, കൈകള്, ഗുദം, ഉൽപാദനേന്ദ്രിയം എന്നിങ്ങനെ, ശബ്ദം, ചെവി എന്നുള്ളത് അങ്ങനെ. അപ്പോ ഇവിടെ എത്ര എണ്ണായി? ഇവിടെ 5, ആദ്യം 5 പഞ്ചമഹാഭൂതം പറഞ്ഞു, പിന്നെ 3 എണ്ണം പറഞ്ഞു അല്ലെ? മിഥ്യാഹങ്കാരം, ബുദ്ധി, പ്രകൃതിയുടെ ഗുണം, അപ്പൊ 3 ആയി. പിന്നെ ജ്ഞാനേന്ദ്രിയം 5, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി. പിന്നെ കർമ്മേന്ദ്രിയം കാല്, കയ്യ്, ഗുദം, ഉൽപാദനേന്ദ്രിയം, ശബ്ദം എന്ന്. അത് കഴിഞ്ഞു. പിന്നെ അപ്പൊ അത്രയായി 15 3 18 അല്ലേ? ഇനി എത്ര എണ്ണം വേണം? ഇനി ഈ 10 ഇന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയം ജ്ഞാനേന്ദ്രിയം കൂടുമ്പോ 10, പിന്നെ ഒരു അന്തരേന്ദ്രിയമായിട്ടുള്ള മനസ്സ്, അന്തരേന്ദ്രിയമായ മനസ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ മനസ്സുൾപ്പെടെ 11 ഇന്ദ്രിയങ്ങൾ. പിന്നെ ഇന്ദ്രിയ വിഷയങ്ങള്. ഇപ്പൊ ഓരോ ഇന്ദ്രിയം ഓരോ നല്ലത് കാണണം അല്ലെ? രൂപം നല്ലത് കാണുക, നല്ലത് സ്പർശിക്കുക, നല്ല ശബ്ദം കേൾക്കുക. അപ്പൊ 5 ഇന്ദ്രിയ വിഷയങ്ങളാണ്. ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം. അങ്ങനെ അപ്പൊ എത്ര എണ്ണായി? അപ്പൊ 24 ആയില്ലേ? അങ്ങനെ ഈ 24 അതാ ഇവിടെ പറയണത് 5 മഹാഭൂതങ്ങൾ, മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ജീവലക്ഷണങ്ങള്, സുഖദുഃഖങ്ങള് ഇതൊക്കെ പ്രതിപ്രവർത്തനങ്ങളായിട്ട് വരും. രാഗദ്വേഷങ്ങള് ഇതൊക്കെ പ്രതിപ്രവർത്തനങ്ങളായിട്ട് വരും. അപ്പൊ ക്ഷേത്രം ഒരു 24 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്നറിയണം. 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളുടെ താല്പര്യമാണ് ഇത്. ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളായിട്ടുള്ള കുറെ ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇതൊക്കെ നമ്മൾ ആർജിക്കണം. ഇതൊക്കെയും ജ്ഞാനമാണ്. ഇതല്ലാത്തതൊക്കെയോ അജ്ഞാനമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരുവാണ്. ഏതൊക്കെയാണ്? വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കൽ, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, മിഥ്യാഹങ്കാരമില്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മതയെക്കുറിച്ചുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി, സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, ഭഗവാനിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ടു നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യമറിയൽ, തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാതെയുള്ളവയെല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. ഭഗവാൻ ഡിക്ലെയർ ചെയ്തേക്കാണ് ഇവിടെ. അപ്പൊ എന്തൊക്കെ വേണം? ഒരു ജ്ഞാനിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭക്തനായിട്ടുള്ള ആൾക്ക് എന്തൊക്കെ വേണം? വിനയം വേണം അല്ലെ? നമുക്കറിയാം. ഇപ്പോ എന്താണ്, അർജുനൻ ഭഗവാനില് ശരണാഗതി ചെയ്തു. ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിച്ചത് എങ്ങനെയാ? രഥത്തിൽ നിന്നൊക്കെ താഴെ ഇറങ്ങി അല്ലെ, മുട്ടുകുത്തി നിന്നിട്ട് വിനയപൂർവം ആവശ്യപ്പെടാണ്, അങ്ങ് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം എന്ന്. അപ്പോ വിനയം വേണം, ഗർവില്ലായ്മ അല്ലെ? ഒന്നിലും ഒരു ഗർവ് വേണ്ട അല്ലെ? നമ്മളുടേതായിട്ട് ഇവിടെ യാതൊന്നുമില്ല, എല്ലാം ഭഗവാന്റേതാണ്. പിന്നെ അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാല് എന്താണ്? ഈ ഉറുമ്പിനെയും ഈച്ചയും കൊല്ലാതിരിക്കൽ മാത്രമല്ല, എല്ലാ ജീവികളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുക, അവരുടെയൊക്കെ
ക്ഷേമം അല്ലെങ്കിൽ അവരുടെ ഉന്നതി ഒന്നും തടയാതിരിക്കുക. അതാണ് അഹിംസ. ക്ഷമ നമുക്കറിയാം, ലാളിത്യം നമുക്കറിയാം അല്ലേ, സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്. ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കൽ. നമുക്ക് എപ്പോഴും ഒരു ആത്മീയ ഗുരുവാണ് നമ്മളെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് അല്ലേ. അങ്ങനെ ഒരു ആത്മീയ ഗുരുവിനെ കണ്ടെത്തുക. ശുചിത്വം നമുക്കറിയാം അല്ലെ, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും. ആന്തരികമായ ശുചിത്വത്തിന് എന്താ ചെയ്യണ്ടേ? നാമം ജപിക്കണം അല്ലെ, സത്വഗുണത്തില് സ്ഥിതി ചെയ്യണം, ഭക്തിയിൽ ഉയരണം. അതൊക്കെയാണ് ആന്തരികം. സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ സ്ഥിരത ഉണ്ടാവണം. ഇന്നിപ്പോ നമ്മൾ വിചാരിച്ചു ഭഗവാനെ അറിയണം, അതിനായിട്ട് ഭഗവത്ഗീതയൊക്കെ പഠിക്കണം എന്ന് വിചാരിച്ചു. നാളെ വേറൊരാൾ വന്നിട്ട് നമ്മളോട് പറയാണ്, എന്താ ഈ ഭഗവത്ഗീതയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, അതിൽ യുദ്ധം ചെയ്യാനല്ലേ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ അതും ഈ ചിന്താഗതി മാറരുത്. സ്ഥിരത വേണം നമുക്ക്. ആത്മസംയമം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സമഭാവനയോടെ നമുക്ക് കാണാൻ പറ്റണം. ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി വേണം അല്ലെ, മിഥ്യാഹങ്കാരമില്ലായ്മ. ഞാൻ പണം പദവിയൊക്കെ ഉള്ള ആളാണ് ഞാൻ എന്നൊക്കെയുള്ള അഹങ്കാരം, ഞാൻ ശരീരബോധം കൂടുതലായിട്ടുണ്ടാവുക. പിന്നെ ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മതയെ കുറിച്ചുള്ള ബോധം. അപ്പോ ജനനം, മരണം, വാർദ്ധക്യം അല്ലെ, രോഗം, ജന്മ, മൃത്യു, ജര, വ്യാധി, ഇത് നാലിനും പരിഹാരം ഇല്ല അല്ലെ. ഇതെന്തായാലും ഭവരോഗങ്ങള് എന്നാ പറയാ. ഈ ഭവരോഗങ്ങള് ജീവികൾക്ക്, ജനിച്ചവർക്കൊക്കെ ഇത് അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെ. അതിനൊക്കെ നിയന്ത്രണം ഇല്ല. ആർക്കും മരിക്കാണ്ടിരിക്കാൻ പറ്റുമോ ഇവിടെ? ഇല്ല. അപ്പൊ അതിന്റെ ദുഃഖാത്മകതയെ കുറിച്ച് അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് അറിയണം. പിന്നെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ രാഗമില്ലായ്മ, ഒന്നിനോടും പ്രത്യേകമായിട്ട് എനിക്കിത് കൂടിയേ കഴിയൂ, അങ്ങനെ ഉണ്ടാവരുത്. പിന്നെ മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി എന്ന് വെച്ചാൽ അവരെ ഒന്നും നോക്കണ്ട അല്ലെങ്കിൽ അവരെ സ്നേഹിക്കണ്ട എന്നല്ല. എപ്പോഴും അവരുടെ ചുമതലകളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുക, എല്ലാ ഡ്യൂട്ടിയും നമ്മളുടെ ചെയ്യുക, പക്ഷെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുക. അവരോട് നിസ്സംഗതയിൽ നിസ്സംഗതയിൽ ഉള്ളില് നിസ്സംഗഭാവം ഉണ്ടാവണം. അങ്ങനെ സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത. സുഖം ദുഃഖമൊക്കെ വരുമല്ലേ, ഈ മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. സുഖം വരും, ദുഃഖം വരും, അക്ഷോഭ്യനായിട്ടിരിക്കണം. ഭഗവാനിലെ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി ഉണ്ടാവണം. പിന്നെ ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം. എന്ന് വെച്ചാല് സജ്ജനങ്ങളുടെ കൂടെ, ഭക്തരുടെ കൂടെ നമ്മൾക്ക് ഇരിക്കാം, അതല്ലാത്ത സമയം ഏകാന്തതയിൽ പോകാൻ ആഗ്രഹിക്കാം. ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ഇതും അങ്ങനെ തന്നെയാണ്. ദുസ്സംഗത്തിൽ നിന്ന് വേറിട്ട് നിൽക്കണം എന്നാണ്. ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം അറിയൽ. ഇപ്പോ നമ്മള് മൃഗമായിട്ടല്ല അല്ലെ, നമ്മൾ മനുഷ്യൻ, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനായിട്ടാണ് നമുക്ക് ഈ ജന്മം കിട്ടിയിരിക്കുന്നത്. അതിന്റെ പരമലക്ഷ്യം എന്താണ് എന്നറിയണം. ബ്രഹ്മജിജ്ഞാസ എന്ന് പറയും വേദാന്ത സൂത്രം. അപ്പോ എന്താണത്? നമ്മളുടെ ആ ജീവിത ലക്ഷ്യം എന്താണ്? ഭഗവാനെ അറിയുക അല്ലെ, ഭഗവാനെ പ്രാപിക്കുക, പരമപദപ്രാപ്തി. അതാണ് ഈ മനുഷ്യജന്മത്തിന്റെ മൂല്യമായ ഈ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം, അതാണ് എന്നറിയണം. തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അന്വേഷിക്കൽ. അതായത് നമ്മൾ താത്വികമായിട്ട് അല്ലെ, വെറും കഥകൾ പറഞ്ഞു പോയാ പോരാ, എന്താണെന്ന് അങ്ങനെ ആലോചിച്ച് അല്ലെ, എന്താ പറയാ, ഒരു ഉത്കണ്ഠയോട് കൂടിയിട്ട് ഭഗവാനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയാനുള്ള താല്പര്യം ഉണ്ടാവണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജ്ഞാനമാണ്. ഇതല്ലാത്തതൊക്കെയോ അജ്ഞാനമാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ ഡിക്ലെയർ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ നമ്മുടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ വളർത്തിയെടുക്കുക. ഇതല്ലാത്തതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലോ അതിനെയൊക്കെ ഉപേക്ഷിക്കാൻ ശ്രമിക്കണം. ഇവിടെ എന്താ കാണിച്ച്? ജനനം, മരണം, വാർദ്ധക്യം അല്ലെ, വ്യാധി അല്ലെ, അസുഖം, ഇതൊക്കെ വന്നേ മതിയാവൂ അല്ലെ, അതിനൊന്നും പരിഹാരം ഇല്ല. ഇപ്പൊ ഇവിടെ വലിയ ബോളിവുഡ് സ്റ്റാർ ആയിരുന്നു അല്ലെ ആദ്യം, ഇപ്പോഴോ അല്ലെ ഇത്രയേ ഉള്ളൂ, സൗന്ദര്യത്തിനൊക്കെ ഇത്രയേ ഉള്ളൂ അല്ലെ. ഈ ഭൗതികതയിലെ എല്ലാ കാര്യങ്ങളും നിരർത്ഥകങ്ങളാണ് എന്നറിയണം. ആധ്യാത്മിക ജീവിത പുരോഗതിക്ക് ഒഴിച്ചുകൂടാത്ത ഒന്നാണ് ശൗചം. ശൗചം 2 വിധമുണ്ട്.
ബാഹ്യവും ആഭ്യന്തരവും. അല്ലെ, ബാഹ്യ ശൗചം കുളി കൊണ്ട് തന്നെ നിറവേറ്റാം. ആന്തരമായതിന് നിരന്തരം കൃഷ്ണസ്മരണയും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രജപവുമാണ് ഉപാധികൾ. അപ്പൊ ആന്തരമായിട്ടുള്ള ശൗചത്തിന് എന്താ ചെയ്യണ്ടേ? നാമം ജപിക്കണം, അല്ലെ? മനസ്സിൽ അടിഞ്ഞുകൂടിയ മുൻ ജന്മ കർമ്മങ്ങളുടെ പൊടിപടലങ്ങളെ ഈ പ്രക്രിയ കൊണ്ട് തുടച്ചു മാറ്റാൻ കഴിയും. ഇപ്പൊ നമ്മള് അനേക കോടി ജന്മങ്ങളൊക്കെ എടുത്തിട്ടല്ലേ ഇപ്പൊ നമ്മൾ ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കണത്. ഇപ്പൊ മുൻ ജന്മ കർമ്മങ്ങളുടെയൊക്കെ ആ പാപഫലങ്ങളൊക്കെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ മനസ്സിൽ മൂടി കിടക്കുണ്ടാവും, അടിഞ്ഞുകൂടി കിടക്കുണ്ടാവും. അതിനെയൊക്കെ തുടച്ചു മാറ്റാൻ മന്ത്രജപം കൊണ്ട് സാധ്യമാണ് എന്ന് പറഞ്ഞു തരാണ്. 15ാമത്തെ ശ്ലോകം. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ ച. സർവ ഇന്ദ്രിയങ്ങളുടെയും ഉത്പത്തി സ്ഥാനമാണ് പരമാത്മാവ്. എന്നിരുന്നാലും അവിടത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം ഭഗവാനാണ്. ഭഗവാൻ ഇന്ദ്രിയങ്ങളില്ല എന്ന് എന്താ പറയണേ? ഭഗവാന്റെ ഇന്ദ്രിയങ്ങളൊക്കെ അതീന്ദ്രിയമാണ്. സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നെങ്കിലും അനാസക്തനാണ്, ത്രിഗുണാതീതനാണ്. അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനുമാണ് അദ്ദേഹം. ഇപ്പൊ ഭഗവാന്റെ ഗുണങ്ങളാണ് ഇവിടെ പറയണത്, അല്ലെ? ഹരേ കൃഷ്ണ. അപ്പൊ പറയാണ് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം ഭഗവാനാണ്. ഭഗവാൻ ഇന്ദ്രിയങ്ങളില്ല, അതീന്ദ്രിയമാണ്. സകല ജീവജാലങ്ങളെയും പുലർത്തി പോരുന്ന ഭഗവാൻ അനാസക്തനാണ്. ഒന്നിലോടും ആസക്തിയില്ല ഭഗവാന്. ഭഗവാൻ ഈ 3 ഗുണങ്ങളുടെയും അതീതനായിട്ടുള്ള ആളാണ്. ത്രിഗുണ അതീതനാണ് ഭഗവാൻ. അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനും ഭഗവാനാണ്. ഇപ്പൊ ജീവസത്തകളുടെ സർവ്വ ഇന്ദ്രിയങ്ങളുടെയും ഉത്ഭവസ്ഥാനം ഭഗവാനാണ്. എന്നാൽ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളോ ഭൗതികങ്ങളാണ്. സ്പിരിച്വൽ സെൻസസ് ആണ് ഭഗവാനുള്ളത്. മാലിന്യം തീണ്ടാത്തവയാണ്. ജീവികളുടെ ഹൃദയത്തിൽ കുടികൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്തും ഭഗവാൻ അറിയാം, അല്ലെ? എല്ലാ ജീവജാലങ്ങളുടെയും പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എല്ലാം ഭഗവാൻ അറിയാം. 18ാമത്തെ ശ്ലോകം. ജ്യോതിഷാമഭിത ജ്യോതി തമസ പരമുച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. അദ്ദേഹമാണ്, ഭഗവാനാണ് സർവജ്യോതിസുകളുടെയും സ്രോതസ്. പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ചു നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും അവിടുന്ന് തന്നെ. അറിവും അറിയേണ്ടുന്നതും അറിവിന്റെ ലക്ഷ്യവും സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആ പരമപുരുഷനാണ്. ഭഗവാനാണ് സർവജ്യോതിസുകളുടെ സ്രോതസ്. പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ചു നിൽക്കുന്നത് ഭഗവാനാണ്. അവ്യക്തമായിട്ടുള്ളതും അവിടുന്ന് തന്നെ. എന്ന് വെച്ചാൽ സർവവ്യാപിയായിട്ട് ഈ പ്രപഞ്ചമാകെ വ്യാപിച്ചു നിൽക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു വ്യക്തത വരില്ല, അല്ലെ? അവ്യക്തം എന്ന് പറയും. ഇപ്പോ അറിവും അറിയേണ്ടുന്നതും അറിവിന്റെ ലക്ഷ്യവും എല്ലാം ഭഗവാനാണ്. സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആ പരമപുരുഷൻ തന്നെയാണ്. ഇപ്പൊ ഭഗവാനെയാണ് നമ്മൾ അറിയേണ്ടത്, അല്ലെ? എല്ലാം. അറിവിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഭഗവാൻ എന്നുള്ളതാണ്. ഇപ്പൊ ഭഗവാൻ എല്ലാ ഹൃദയങ്ങളിലും കുടികൊള്ളുന്നുണ്ട് എന്നറിയാം. 22ാമത്തെ ശ്ലോകം. പുരുഷ പ്രകൃതിസ്തോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസങ്കോസ്യ സദസദ്യോനി ജന്മസു. ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചു കൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താലാണിത്. അങ്ങനെ നല്ലതും ചീത്തതുമായ നാനായോനികളിൽ ജീവൻ പിറവിയെടുക്കുന്നു. ഇപ്പൊ എന്താ പറയണേ? ഈ ഭൗതിക പ്രകൃതിയോട് അതിന്റെ കോണ്ടാക്റ്റിൽ വരുമ്പോ, അതുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഈ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങനെ ആ ടൈപ്പ് ജീവിത രീതി കൈക്കൊള്ളും ആ ജീവാത്മാവ്. നമ്മളുടെ ഇച്ഛ അനുസരിച്ച് തന്നെയാണ് നമ്മളിൽ ഈ പ്രകൃതി ഗുണങ്ങള് വരുന്നത്.
അങ്ങനെ നമ്മൾ ഈ ഗുണങ്ങൾ അനുഭവിച്ച് ഗുണങ്ങളിൽ ഇരുന്നു കൊണ്ട് ഗുണങ്ങളുടെ അധീനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയുള്ള ജീവിത രീതിയാണ് ഓരോരുത്തരും കൈക്കൊള്ളുക. അപ്പൊ ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താലെയാണ് ഈ ഗുണങ്ങളുടെ പ്രഭാവം നമ്മളിൽ ഉണ്ടാവണത്. അങ്ങനെ നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാവും. തന്മൂലം നാനാ യോനികളില് ഈ ജീവൻ പിറവിയെടുക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾ നല്ലത് ചെയ്താ നമുക്ക് അടുത്ത ജന്മം ശ്രേഷ്ഠമായിട്ടുള്ളതായിരിക്കും. എന്നാൽ നമ്മൾ മോശം പ്രവൃത്തികളാണ് ചെയ്തതെന്ന് വെച്ചാല് ഇതിലും മോശം യോനികളിലാണ് നമ്മൾ ജനിക്കുക, അല്ലെ? എന്തെങ്കിലും പന്നിയായിട്ടോ നായയായിട്ടോ പുഴുവായിട്ടോ ഒക്കെ നമ്മൾ ജനിച്ചേക്കാം, അല്ലെ? നാനാ യോനികളില് നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നല്ലതും ചീത്തയുമായിട്ടുള്ള പല പല യോനികളിൽ നമ്മൾ ജനിക്കാൻ സാധ്യതയുണ്ട്, ഇനി പിറവിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇപ്പോ ഭഗവാൻ ജ്യോതി സ്വരൂപനാണ്, അല്ലെ? ആധ്യാത്മിക സാമ്രാജ്യത്തിലെ സൂര്യചന്ദ്രാദികളുടെ പ്രസക്തി ഇല്ല. ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിസ് കൊണ്ട് തന്നെ അവിടം പ്രഭാപൂരമാണ്. അപ്പൊ അവിടെ എത്താൻ ഉത്സുകരായവർക്ക് സർവഭൂത ഹൃദയസ്ഥനായ പരമാത്മാവ് തന്നെയാണ് ജ്ഞാനം നൽകുന്നത് എന്ന് നമ്മൾ അറിയണം. സർവഭൂതങ്ങളുടെയും യജമാനനും ആത്യന്തികമായിട്ടുള്ള ആശ്രയസ്ഥാനവും എല്ലാം ഭഗവാനാണ്. ഇപ്പൊ ജീവാത്മാവ് എന്താ ചെയ്യണേ? ഈ പ്രകൃതിയിൽ വന്ന് ആ പ്രകൃതി ഗുണങ്ങളുടെ അധീനതയിൽ പെടുമ്പോഴ് അവര് നല്ലതും ചീത്തയുമായിട്ട് എങ്ങനെയത്തെ കർമ്മമാണോ നമ്മൾ ചെയ്യണേ അതിനനുസരിച്ച് വീണ്ടും വീണ്ടും പിറവി കൈക്കൊള്ളും. ഇപ്പൊ നമ്മൾ മനുഷ്യ ശരീരത്തിലാണ് ഉള്ളത്, അടുത്തത് മനുഷ്യ ശരീരം കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെ? നമ്മളുടെ കർമ്മത്തിന് അനുസരിച്ചാണ് നമുക്ക് ഇനി ഉള്ള ശരീരം, ഇനിയുള്ള ജന്മം ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ അതാ കാണിക്കണേ, അല്ലെ? മുമ്പ് നമ്മള് പന്നിയോ എലിയോ എന്തൊക്കെയോ ആയിട്ട് ജനിച്ചിട്ടുണ്ടാവാം. ഇനിയോ അടുത്തത് നന്മ ചെയ്താൽ നമ്മൾ നല്ല യോനിയിൽ ജനിക്കും. അതല്ല എങ്കിൽ നമ്മൾ മോശം രീതിയിലേക്ക് പോകും, അല്ലെ? പാറ്റയായിട്ടോ ഈച്ചയായിട്ടോ പാമ്പായിട്ടോ ഒക്കെ നമ്മൾ മാറിപ്പോകും, അല്ലെ? അടുത്ത ജന്മത്തില് ഭൗതിക തൃഷ്ണയുടെ പ്രേരണ മൂലം ജീവാത്മാവ് ചിലപ്പോൾ ദേവനാവും, ചിലപ്പോൾ മനുഷ്യനും മറ്റു ചിലപ്പോൾ വന്യമൃഗവുമായേക്കാം. അപ്പോ ഈ ഭൗതിക തൃഷ്ണ എന്ന് വെച്ചാൽ ആഗ്രഹം, ഈ ഭൗതികതയോടുള്ള ആസക്തി, ആഗ്രഹം കാരണത്താല് അതിന്റെ പ്രേരണ കൊണ്ടുള്ള കർമ്മം ചെയ്യുമല്ലേ? അങ്ങനെ വരുമ്പോ ഈ ജീവാത്മാവ് ചിലപ്പോ ദേവനായി മാറും. സാത്വിക ഗുണത്തിലാണ് വർത്തിക്കണേന്ന് വെച്ചാല് ഇതിനേക്കാളും ശ്രേഷ്ഠമായ ജന്മം അടുത്തത് നമുക്ക് ലഭിക്കും, ദേവന്റെ ജന്മം ലഭിക്കും. ചിലപ്പോ ഇതുപോലെ തന്നെ മനുഷ്യനായിട്ട് തന്നെ, മറ്റു ചിലപ്പോഴോ വന്യമൃഗോ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ജനിക്കുക. പക്ഷിയായും പശുവായും ജലജന്തുവായും പുണ്യാത്മാവായും മൂട്ടയായി പോലും ചിലപ്പോൾ പിറന്നുവെന്ന് വരാം. പറയാൻ പറ്റില്ല, അല്ലെ? നമ്മളുടെ കർമ്മം അനുസരിച്ചാണ് ഇനിയൊരു ശരീരം നമുക്ക് ലഭിക്കുന്നത്. ഇതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഏത് രൂപം എടുത്താലും തന്റെ പരിതസ്ഥിതികളുടെ ആധിപത്യം തനിക്ക് തന്നെയാണ് എന്ന് ജീവൻ കരുതും. ഇപ്പോ ഏത് ശരീരത്തിൽ ഇരിക്കുമ്പോഴും പരിതസ്ഥിതികളുടെ ആധിപത്യം ജീവനാണ് എന്ന് കരുതും. എന്നാൽ അത് ഭൗതിക പ്രകൃതിക്ക് അധീനനാണെന്നതാണ് സത്യം, അല്ലെ? പരിതസ്ഥിതികളുടെ ആധിപത്യം ഈ ജീവനല്ല, ഈ ഭൗതിക പ്രകൃതി ഗുണങ്ങൾക്കാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ഹരേ കൃഷ്ണ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിശ്ച ഗുണൈഃ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോഭിജായത്തെ. ഭൗതിക പ്രകൃതിയെയും ജീവസത്തയെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായി അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ലോകത്തിൽ അവർ വീണ്ടും ജനിക്കില്ല. പറയാണ്, എന്തൊക്കെ നമ്മൾ അറിയണം? ഈ ഭൗതിക പ്രകൃതിയെ കുറിച്ച് അറിയണം, ജീവസത്തയെ കുറിച്ച് അറിയണം, പിന്നെയോ പ്രകൃതിയിലെ ത്രിഗുണങ്ങളെ കുറിച്ച് അറിയണം, പിന്നെ ഇവ തമ്മിലുള്ള ബന്ധം അറിയണം. എന്തൊക്കെ അറിയണം, അല്ലെ? ഭൗതിക പ്രകൃതി, ജീവസത്ത, പ്രകൃതിയിലെ ത്രിഗുണങ്ങളെ, ഇതൊക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. മാത്രമല്ല ഇവ മൂന്നും തമ്മിലുള്ള അന്യോന്യ ബന്ധത്തിനെ അറിയണം. അങ്ങനെ വിശദമായിട്ട് അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ലോകത്തിൽ അവർ വീണ്ടും ജനിക്കില്ല. ഇപ്പൊ നമ്മൾ എത്ര ലോവർ ലെവലിലായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൗതിക പ്രകൃതിയെ അറിയണം, ജീവസത്തയെ വ്യക്തമായിട്ട് അറിയണം,
പ്രകൃതിയിലെ ത്രിഗുണങ്ങളെ പറ്റി ശരിക്കും അറിയണം. ഇവ മൂന്നും തമ്മിലുള്ള അന്യോന്യ ബന്ധത്തെയും അറിയണം. ഇത്രേ വേണ്ടൂ. ഇത്രയും ജ്ഞാനം സമ്പാദിച്ചാൽ മതി. അപ്പോ നമുക്ക് പിന്നീട് ഇവിടെ ജന്മം എടുക്കേണ്ടി വരില്ല. ഇപ്പൊ ജീവാത്മാവ് എങ്ങനെയാണ് ഈ ഭൗതികതയിൽ വരണത്? ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ ഇച്ഛിച്ചിട്ടുള്ള ജീവാത്മാവിനെ ആ ആഗ്രഹ പൂർത്തിക്കായിട്ട് അതിനനുസരിച്ച് ഒരു ശരീരം നൽകി ഭഗവാൻ ഈ ഭൗതിക ലോകത്തേക്ക് അയക്കണതാണ്. അപ്പൊ നമ്മള് എന്ത് വേണം? മഹാപുരുഷന്മാരുടെയും ആചാര്യന്മാരുടെയും ഒക്കെ സഹവാസത്താല് പിന്നെ സ്വപ്രയത്നവും വേണം. അങ്ങനെ നമ്മള് ഈ ജീവിതത്തിന്റെ സ്ഥിതി അറിഞ്ഞ് അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഇപ്പൊ നമ്മള് ഈ ഭവരോഗങ്ങളൊക്കെ അനുഭവിച്ച് ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് മനസ്സിലാക്കണം. ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ നമുക്ക്? ഇവിടുന്നുള്ള മോചനത്തിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? അത് മനസ്സിലാക്കിയിട്ട് അതിനായിട്ട് പരിശ്രമിക്കണം. 30 പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശ യ പശ്യതി തഥാത്മാനമകർത്താരം സപശ്യതി. ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവൊന്നും ചെയ്യുന്നില്ലെന്നും അറിയുന്നവനത്രേ യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ. ആത്മാവ് അല്ല ചെയ്യിക്കുന്നത് അല്ലെ. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കുന്നത്. ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മളൊക്കെ വെറും പപ്പറ്റ്സ് ആണ്. എന്താ പറയാ, നൂൽപാവ പോലെയാണ്. ഈ 3 ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ഓരോ തരത്തിലുള്ള നന്മയും തിന്മയും ഒക്കെ ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത് എന്നാണ്. ഹരേ കൃഷ്ണ. ജീവാത്മാവിന്റെ ലക്ഷണം എന്താണ്? പ്രജ്ഞയാണ് അല്ലെ. കോൺഷ്യസ്നെസ്, കൃഷ്ണ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയും. അവബോധം, കൃഷ്ണ അവബോധം അല്ലെ. അപ്പോ ഈ ജീവാത്മാവിന്റെ ഡെഡ് ബോഡിയിൽ പ്രജ്ഞ ഉണ്ടാവില്ല, കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല അല്ലെ. ഇപ്പോ മുൻ ജന്മങ്ങളിലൊക്കെയുള്ള ആഗ്രഹങ്ങളെ മുൻനിർത്തിയിട്ടാണ് നമുക്ക് ഈ ശരീരം ലഭിച്ചിരിക്കുന്നത്. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഈ ശരീരം നൽകപ്പെട്ടു. ആ ശരീരം കൊണ്ടോ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. നമ്മൾ ശരീരത്തിന് ഇപ്പൊ നമ്മുടെ ബോഡി നമ്മൾക്ക് യോജിച്ച വസ്ത്രം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ ഈ ജീവാത്മാവിന്റെ ആഗ്രഹവും കർമ്മവും അനുസരിച്ചിട്ട് ശരീരമാകുന്ന വസ്ത്രം ലഭിക്കുന്നതാണ്. ഈ ആത്മാവിന്റെ വസ്ത്രമാണ് ശരീരം. നമ്മുടെ ഈ ശരീരത്തിന്, ഈ ഭൗതിക ശരീരത്തിന് നമ്മൾ പല പല വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ആത്മാവിന്റെ ശരീരമാണ്, ആത്മാവിന്റെ വസ്ത്രമാണ് ഈ നമ്മുടെ ഈ ഭൗതിക ശരീരം. ഇപ്പോ പരമപുരുഷൻ ആസൂത്രണം ചെയ്ത ഒരു യന്ത്രമാണ് ശരീരം എന്ന് പറയാം. ആഗ്രഹങ്ങൾ ഹേതുവായിട്ടാണ് നമുക്ക് സുഖ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവണത്. ഇപ്പൊ നമ്മളല്ല കർമ്മം ചെയ്യുന്നത് അല്ലെ. ഉള്ളിൽ ഈ നമ്മുടെ ഈ പ്രകൃതി ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. 34 യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. ഭാരതപുത്ര, സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെ ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. ഇപ്പോ സൂര്യപ്രകാശം സൂര്യന്റെ സാന്നിധ്യത്തിന് തെളിവാണ്. അതുപോലെ പ്രജ്ഞ ആത്മാവിന്റെ സാന്നിധ്യത്തിന് തെളിവാണ് അല്ലെ. ആ ആത്മാവ് പോയ ഡെഡ് ബോഡി ആയി മാറി അല്ലെ. ശരീരത്തിൽ ആത്മാവ് ഉള്ളപ്പോൾ പ്രജ്ഞയുടെ പ്രകാശം ഉണ്ടാവും. ആത്മാവ് വിട്ടുപോയ ശരീരത്തിലോ പ്രജ്ഞ അവശേഷിക്കണില്ല, അവബോധം ഉണ്ടാവണില്ല അല്ലെ. ഇപ്പോ ഈ നമ്മൾക്ക് ജീവൻ എന്താണ്, ജീവസത്തയുടെ സമ്പർക്കത്തിലൂടെ ഈ ഭൗതിക ശരീരം ഒരു പ്രവർത്തിക്കുന്ന യന്ത്രമായി വികസിക്കുകയാണ് ചെയ്യണത്. ശാരീരിക യന്ത്രത്തിന്റെ അടിസ്ഥാനം ഈ ജീവാത്മാവാണ്. ഈ ജീവസ്പർശി ഉണ്ടല്ലോ, ഇതിൽ നിന്ന് അകന്നു കഴിഞ്ഞാല് ഈ ശരീരയന്ത്രം പിന്നെ ഉപയോഗശൂന്യമാവും. എല്ലാ ഭൗതിക ഊർജത്തിന്റെയും ഉറവിടോ പരമാത്മാവാണ് എന്ന് നമ്മള് മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഒരേ കത്തി തന്നെ അല്ലെ, ഒരാൾ ഒരു കള്ളൻ ഉപയോഗിക്കണത് അത് നാശത്തിന് വേണ്ടിയാ അല്ലെ, ഒരാളെ ഉപദ്രവിക്കാനാ. എന്നാ ഒരു സർജൻ എന്തിനാ ഉപയോഗിക്കുക? ആളെ രക്ഷിക്കാനാ അല്ലെ, ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കും. അപ്പോ നമ്മളുടെ ഒരേ സംഗതി തന്നെ നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ ആ മനോഭാവം, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതനുസരിച്ച്, നമ്മുടെ മനോഭാവം അനുസരിച്ചാണ് പാപം പുണ്യമൊക്കെ ആയിട്ട് ഒരു പ്രവൃത്തി മാറുന്നത്. ഇപ്പോ ഇവിടെ കള്ളൻ പാപപ്രവൃത്തിയാ ചെയ്യാൻ പോണത് അല്ലെ.
അയാളുടെ മനോഭാവം അങ്ങനെയാണ്. എന്നാ ഒരു ഡോക്ടറുടെയോ ജീവൻ രക്ഷിക്കാൻ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാണ് അല്ലെ. അപ്പൊ പാപപുണ്യങ്ങളൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കണത്? നമ്മളുടെ മനോഭാവം അനുസരിച്ചാണ്. നമ്മൾ എങ്ങനെ ആ പ്രവൃത്തി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. 35 ക്ഷേത്രജ്ഞയോരേവാമന്തരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതി മോക്ഷം ചായേ വിദുർയാന്തി തേ പരം. ശരീരത്തിനും, അതായത് ക്ഷേത്രം ശരീരം, അതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞൻ. അത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കും. അപ്പൊ ആരാണ് പരമപദത്തിലെത്താൻ യോഗ്യരായത്? ക്ഷേത്രത്തിനെ കുറിച്ച് അറിയണം, എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നന്നായി അറിയണം. പിന്നെയോ ക്ഷേത്രജ്ഞനെ കുറിച്ച് അറിയണം, അവ തമ്മിലുള്ള വ്യത്യാസം അറിയണം. എങ്ങനെ അറിയണം? ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കണം. ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടണം അല്ലെ. ഈ ഭൗതിക പ്രകൃതിയോട് ബന്ധപ്പെടുക എന്നുവെച്ചാൽ ഈ ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനുള്ള പ്രക്രിയ അതെന്താണെന്ന് അറിയാൻ കഴിവുള്ളവര് പരമപദം പ്രാപിക്കും. അപ്പോ ശരീരം, പിന്നെ അതിന്റെ ഉടമയായിട്ടുള്ള ജീവാത്മാവ്, പിന്നെ പരമാത്മാവും ഉണ്ട് അല്ലെ. ക്ഷേത്രജ്ഞനായിട്ട് പരമാത്മാവും ഉണ്ട്. അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇവിടെ വിശദീകരിക്കുകയാണ്. ഈശ്വരനെ പറ്റി കേൾക്കാനും അതുപോലെ അങ്ങനെ ക്രമേണ ജ്ഞാനം നേടാനും ഒക്കെ അവസരം വേണം അല്ലെ. അതിന് നമ്മൾ ശ്രമിക്കണം. സത്സംഗം, അതാണ് വിശ്വാസമുള്ള മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം. അതാണ് സജ്ജനങ്ങളുമായിട്ട് സംഗമിക്കുക, ഭക്തരുമായിട്ട് കൂടി വ്യവഹരിക്കുക, ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം. പിന്നെന്ത് വേണം? ഈ ജഡപദാർത്ഥമായിട്ടുള്ള ഈ ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അതാണ്. അപ്പൊ അർജുനന് ഇവിടെ കൃഷ്ണൻ ഗുരുവായിട്ട് വന്നു അല്ലെ. ആധ്യാത്മിക ആചാര്യന്റെ വിവിധ ഉപദേശങ്ങളാലെയാണ് ശിഷ്യൻ ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പങ്ങളിൽ നിന്നൊക്കെ മുക്തനാവുക. അതുവരെ നമുക്ക് എന്താണ്? ഈ ഭൗതിക ചിന്തകള് മാത്രമേ ഉള്ളൂ അല്ലെ. അതാണ് സത്യമെന്ന് നമ്മൾ ധരിക്കുകയാണ്. പക്ഷെ ഈ ശരീരം ജഡമാണ്. അതിനെ 24 മൂലകങ്ങളായിട്ട് വിശകലനം ചെയ്യാൻ സാധിക്കും, നമ്മൾ കണ്ടു അല്ലെ. ഒരു സ്ഥൂലമായിട്ടുള്ള ആവിഷ്കാരമാണ് ശരീരം എന്നുള്ളത്. മനസ്സും വൈകാരിക വൃത്തികളും സൂക്ഷ്മ ആവിഷ്കാരമാണ്. ഈ 2 വിഭാഗങ്ങളുടെ സങ്കലനാണ് ജീവലക്ഷണങ്ങളായിട്ട് മാറുന്നത്. ഇവയ്ക്കെല്ലാം ഉപരിയായിട്ട് ജീവാത്മാവുണ്ട്, പരമാത്മാവുമുണ്ട്. ജീവാത്മാവിന്റെയും 24 മൂലകങ്ങളുടെയും സംയോഗമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിനെ പ്രവർത്തിപ്പിച്ചു പോരുന്നത്. അപ്പൊ പരമാത്മാവിന്റെ സ്ഥിതിയും എന്താണെന്ന് അറിയാൻ കഴിഞ്ഞാല് ആധ്യാത്മിക ലോകപ്രാപ്തിക്ക് അർഹനാവും എന്നാണ്. അപ്പൊ അതിനെന്ത് വേണം? ഭക്തരുമായിട്ട് സഹകരിച്ചിട്ട് ഭഗവാനെ മഹത്വപ്പെടുത്തുന്നതിലൂടെ മാത്രമാണ് ജീവിതത്തിന്റെ പരിപൂർണത കൈവരിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറയാണ്. സത്സംഗം വേണം, ആചാര്യനെ സമീപിച്ച് ജ്ഞാനം നേടണം, എന്തിനെ കുറിച്ചൊക്കെ അറിയണം എന്നിവിടെ പറഞ്ഞു അല്ലെ. ക്ഷേത്രം നമ്മൾ എന്താ പഠിച്ചത് ഇന്ന്? ക്ഷേത്രം എന്ന് പറഞ്ഞാല് ശരീരാണ്. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാല് ആത്മാവാണ്, പരമാത്മാവുമാണ് അല്ലെ. നോവർ ഓഫ് ദ ബോഡി എന്നാണ് പറയാ. സർവക്ഷേത്രജ്ഞനായിട്ട് പരമാത്മാവുണ്ട്, ക്ഷേത്രജ്ഞനായിട്ട് ആത്മാവും ഉണ്ട് അല്ലെ. അപ്പോ ആ ആത്മാവാണ് ഈ ബോഡി, ശരീരത്തെ കുറിച്ച് അറിയുന്ന ആള്, അതാണ് ക്ഷേത്രജ്ഞൻ, നോവർ ഓഫ് ദ ബോഡി. അപ്പോ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്ഷേത്രത്തിനെയും ക്ഷേത്രജ്ഞരെയും കുറിച്ചിട്ട് അറിയലാണ് ജ്ഞാനം. അപ്പോ ജ്ഞേയം എന്ന് പറഞ്ഞാല് അറിയേണ്ടത് തന്നെ. എന്തിനെയാണോ അറിയേണ്ടത് അതാണ് ജ്ഞേയം എന്ന് ഉള്ളത്. പിന്നെ പ്രകൃതി എന്ന് പറഞ്ഞാല് ഈ ഭൗതിക പ്രകൃതിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹേതുവായിട്ടുള്ളത് എന്താണ്? അതാണ് പ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞാല് ഈ ഭൗതിക പ്രകൃതിയിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഹേതു. പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ അനുഭവിക്കുന്ന ആസ്വാദകനാണ് പുരുഷൻ. ആരാണ് ആസ്വാദകൻ? എൻജോയർ ഭഗവാനാണ്.
അല്ലേ? ഇപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം. ഇതിന്റെ 6 നിർവചനങ്ങളാണ് അർജുനൻ ആവശ്യപ്പെട്ടത്. അതാണ് ഇവിടെ ഭഗവാൻ വ്യക്തമാക്കിയത് ഈ അധ്യായത്തിലൂടെ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ടഫായി തുടങ്ങി അല്ലേ? ഈ ഒരു അധ്യായം കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കിയെടുക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെയൊക്കെ ഈസി ആയിട്ടുള്ളതാണ്. ഈ 13-ാം അധ്യായം കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. നാളത്തെ അധ്യായത്തില് നമ്മളുടെ പ്രകൃതിയുടെ 3 ഗുണങ്ങളെ പറ്റി മാത്രം പറഞ്ഞു തരുന്ന അധ്യായമാണ് 14-ാം അധ്യായം. അതൊക്കെ ഈസിയാണ്. 15-ാം അധ്യായം കുറച്ച് വിഷമുണ്ട്, പിന്നെ ഉള്ളതെല്ലാം ഈസിയാണ്. ഈ ഒരു അധ്യായം കുറച്ചൊരു മാതാജി ഞാൻ ലീവ് ചെയ്യാം മാതാജി, ജോലി ഉണ്ട്. ഓക്കെ. ഹരേ കൃഷ്ണ, പോയിക്കോളൂ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെയാണ് ഈ അധ്യായം അവസാനിക്കാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്ന് പറഞ്ഞതിൽ സംശയമുള്ളത് ചോദിച്ചോളൂ. മാതാജി പുരുഷൻ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. ഇപ്പൊ എല്ലാത്തിന്റെ ഈ ഭൗതിക പ്രകൃതിയിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ അനുഭവിക്കുന്നത് ഭഗവാനാണ്. അതിന്റെയൊക്കെ ആസ്വാദകനായിട്ടുള്ള ആള് ഭഗവാൻ. ആ ഭഗവാനെയാണ് പുരുഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻജോയർ, ആസ്വാദകൻ എന്നൊക്കെ പറയും പുരുഷൻ. ക്ഷേത്രജ്ഞൻ എന്ന് പറയണതോ? ക്ഷേത്രജ്ഞൻ നമ്മുടെ ആത്മാവ്, ജീവാത്മാവ്. ഓരോ ശരീരത്തിലും ജീവൻ, ചൈതന്യം കൊടുക്കുന്ന ആത്മാവ്, ജീവാത്മാവ്, ക്ഷേത്രജ്ഞൻ. പിന്നെ പരമാത്മാവും, മറ്റൊരു സർവക്ഷേത്രജ്ഞനായിട്ടുള്ള പരമാത്മാവും എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എന്താ പറയാൻ പറ്റില്ല, ക്ലിയർ ആയില്ല. ഇന്നത്തെ ചോദ്യം ചോദ്യം നോക്കൂ. അർജുനൻ ഭഗവാനോട് എന്തൊക്കെ അറിയാനാണ് ആഗ്രഹം പ്രകടിപ്പിച്ചത്? പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം. 6 ഉണ്ട്. ജ്ഞേയം. പിന്നത്തെ ചോദ്യം. ഭഗവാൻ അതിന് നൽകുന്ന ഉത്തരങ്ങൾ എന്തെല്ലാം? ഈ ശരീരമാണ് ക്ഷേത്രം, അതറിയുന്ന ക്ഷേത്രജ്ഞൻ. അറിയുന്നു ക്ഷേത്രജ്ഞൻ. ബന്ധനായ ആത്മാവിന്റെ കർമ്മവേദിയാണ് ശരീരം. അത് പറഞ്ഞല്ലോ. ക്ഷേത്രം ശരീരാണ്, ക്ഷേത്രജ്ഞൻ ആത്മാവ്, പരമാത്മാവും ക്ഷേത്രജ്ഞനാണ്. ജ്ഞാനം എന്താണ്? ക്ഷേത്രത്തിനെയും ക്ഷേത്രജ്ഞരെയും കുറിച്ച് അറിയല്, അതാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാ ക്ഷേത്രത്തിനെയും ക്ഷേത്രജ്ഞരെയും കുറിച്ച് അറിയാം. ഇനി ജ്ഞേയം എന്നുള്ളതോ? അറിയാൻ കാര്യങ്ങൾ. എന്തിനെയാണോ നമ്മൾ അറിയേണ്ടത്? പരമാത്മാവിനെ നമ്മൾ ശരിക്കും സമ്പൂർണമായിട്ട് അറിയണം. എന്തിനെയാണോ അറിയേണ്ടത് അതാണ് ജ്ഞേയം. ഇപ്പൊ ഭഗവാനെയാണ്, പരമാത്മാവിനെയാണ് നമ്മൾ അറിയേണ്ടത്, അതാണ് ജ്ഞേയം. ഇനി ഏതാ? സർവശക്തികൾ കൂടിയുള്ള ഭഗവാനും ആര് തന്നെയാണ്? ആരാ? ക്ഷേത്രജ്ഞൻ. സർവക്ഷേത്രജ്ഞനായിട്ടുള്ള പരമാത്മാവ് അല്ലെ, ക്ഷേത്രജ്ഞൻ തന്നെയാണ്. പിന്നെയോ? ഘടകങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാ?
ഭൂമി, മഹാഭൂതങ്ങൾ, പഞ്ച നിത്യാഹങ്കാരം, പഞ്ചമഹാഭൂതങ്ങള്, നിത്യാഹങ്കാരം, ബുദ്ധി, ജ്ഞാനേന്ദ്രിയങ്ങള്, അല്ല ത്രിഗുണങ്ങള് അത് കഴിഞ്ഞിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, മനസ്സ്, ഇന്ദ്രിയ വിഷയം, പിന്നെ അഞ്ച് കർമ്മ വിഷയങ്ങള് അല്ലേ? സമദൃഷ്ടി, മനസ്സ്, ആ എന്നിവ. ദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ. അതൊക്കെ അതൊക്കെ വേറെയാണ്. ഈ 24 ഘടകങ്ങളില് അതില്ല. അതില്ല. സമദൃഷ്ടി വരെയുള്ളല്ലേ? ആ സമദൃഷ്ടി ഇല്ല മാതാജി. കാണിച്ചു തരാം ഒന്നും കൂടെ. പഞ്ചഭൂതങ്ങൾ, മിഥ്യാഹങ്കാരം, ഈ അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, രാഗദ്വേഷം, സുഖദുഃഖം. അതൊന്നുമില്ല. ഉദ്ദേശം, സുഖദുഃഖം. ഭൂമി, ജലം, ഇവിടെ ഇല്ല. അഗ്നി, വായു, ആകാശം. അത് പഞ്ചഭൂതങ്ങള്. പഞ്ചഭൂതങ്ങൾ, ഇതാ ഇവിടെയല്ലേ കാണിച്ചേക്കണേ? ഇതാ ഇവിടെ ഉണ്ട്. 5 മഹാഭൂതങ്ങള്, മിഥ്യാഹങ്കാരം, ബുദ്ധി, പത്തിന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദോഷങ്ങൾ. അയ്യോ അതൊന്നുമില്ല. അതല്ല, ഇതാണ് പഞ്ചമഹാഭൂതങ്ങള്, ഭൂമി, മിഥ്യാഹങ്കാരം, ബുദ്ധി, ജലം, അഗ്നി, വായു, ആകാശം. പിന്നെ നിത്യാഹങ്കാരം, ബുദ്ധി, നിത്യാഹങ്കാരവും ബുദ്ധിയും ചെവി, നാക്ക്, ത്വക്ക്, ത്രിഗുണങ്ങള് എന്ന് പറഞ്ഞാ മതി. ബുദ്ധിയും ത്രിഗുണങ്ങള്, പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങള്, 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, പിന്നെ മനസ്സ്, പിന്നെ 5 ഇന്ദ്രിയ വിഷയങ്ങള്. ഇത്രയും കൂടണതാണ്. 5 ഇന്ദ്രിയം, അത്രയും മതി. മറ്റത് അതിന്റെ പ്രതിപ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഇന്ദ്രിയ വിഷയങ്ങള്, രാഗദ്വേഷങ്ങള്, ഇതൊക്കെ അതിന്റെ ഈ ശരീരത്തിന്റെ പ്രതിപ്രവർത്തനങ്ങളാണ് കേട്ടോ. മനസ്സിലടിഞ്ഞുകൂടിയ മുജ്ജന്മ കർമ്മങ്ങളില് എങ്ങനെ തുടച്ചു മാറ്റാം? നാമജപം കൊണ്ട്, നാമജപത്തിലൂടെ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി നാളത്തെ ഒക്കെ അധ്യായങ്ങൾ ഈസി ആയിട്ടുള്ള അധ്യായങ്ങളാ. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നാമജപം തന്നെയാണോ മാതാജി? അതെ. സത്സംഗം, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം എന്ന് എഴുതിക്കോളൂ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഇന്നത്തെ ഒന്നും കൂടി നമുക്ക് യൂട്യൂബിൽ കാണേണ്ടി വരും. ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡാ. അതെ, കുറച്ച് ഇന്നത്തെ മാത്രം ഒന്ന് കുറച്ചൊരു സംശയം ഉണ്ടാക്കുന്നതാണ്. ഇന്നത്തെ മാത്രമേ ഉള്ളൂ. നാളെയൊക്കെ വളരെ ഈസി ആയിട്ടുള്ള അധ്യായ. ഇന്നലത്തത് ഞങ്ങൾക്ക് നെറ്റ് പ്രോബ്ലം ആയിരുന്നു, അത് കിട്ടിയില്ല മാതാജി. അതിൽ നിന്ന് ക്ലിയർ ആവുന്നില്ലായിരുന്നു ഇന്നലത്തെ ക്ലാസ്. ഞാൻ 7 മണിയുടെ ക്ലാസ്സിന്റെ ഇട്ട് തരാം. അതെ, വളരെ ഉപകാരം. ഇന്നലത്തത് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും അല്ല, വിശദമായിട്ടൊന്നും എഴുതാൻ പറ്റിയില്ല മാതാജി. ഇന്നലെ നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇത് യൂട്യൂബിലും അതേപോലെ തന്നെ വന്നത്. 7 മണിക്കും കുറച്ചൊക്കെ ഭാഗവതം ക്ലാസ്. ഭാഗവതം ക്ലാസ്സിന് ചേർന്നില്ലേ ആരും? ഞങ്ങൾക്ക് ലിങ്ക് കിട്ടിയില്ല മാതാജി. ലിങ്ക് കിട്ടിയില്ല. ഏത് ജൂലി മാതാജി തന്നെയാണ് അതിന്റെ അഡ്മിൻ. ജൂലി മാതാജി. അതെ മാതാജി, എനിക്ക് മെസ്സേജ് അയച്ചവർക്കല്ല ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാതാജി. മെസ്സേജ് എന്തിനകത്ത്
കുഴപ്പമില്ല. അതെ മാതാജി, പിന്നെ മണിഷ്ഠ മാതാജി പറഞ്ഞ് ഭാഗവതം ക്ലാസ്സിന്റെ അങ്ങനെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണ്ട, വേണ്ടുന്നവര് മെസ്സേജ് അയച്ച് അവർക്ക് മാത്രം ലിങ്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു, പബ്ലിക്കായിട്ട് ഇടണ്ടെന്ന് പറഞ്ഞു. ജൂലി മാതാജിയുടെ കയ്യിലേക്ക് ഇട്ടായിരുന്നല്ലോ, മെസ്സേജ് അയച്ചിരുന്നല്ലോ. ആ മെസ്സേജ് അയച്ചു കൊടുക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ മാതാജി ലിങ്ക്. ഒന്നും കൂടെ അയച്ചോളൂ മാതാജി, ഒന്നും കൂടെ ആ അയച്ചോളൂ. ആ ആ ഒന്നും കൂടെ അയച്ചു തന്നാൽ മതി, ഞാൻ ലിങ്ക് ഇട്ടുതരാം. ജൂലി മാതാജി എനിക്ക് വേണമായിരുന്നു ലിങ്ക്. ആ ഓ നമ്പർ ഇട്ടാ മതി, നമ്പർ മെസ്സേജ് അയച്ചാ മതി. ഓക്കെ. രണ്ട് സമയമുണ്ട്, മാതാജിക്ക് സൂട്ടബിൾ ആയ സമയവും ഉണ്ടാവും. ആ പിന്നെ എല്ലാവരും മംഗളാരതിക്ക് കയറാൻ പറ്റണവരൊക്കെ കയറിക്കോളൂ, ഓൺലൈനായിട്ട് മംഗളാരതി കണ്ടോളൂ. ഇന്നലെ കേറി ആ ഇവര് ജൂലി മാതാജി, ഇവര് രാധാ ഗോവിന്ദ് ടെമ്പിൾ ഡിവോട്ടീസിലെ ആ ഗ്രൂപ്പിൽ ആ. ആഡ് ചെയ്യൂ. ആ അത് ഞാൻ ഗ്രൂപ്പ് ഇട്ട് കൊടുക്കാം മാതാജി. ആ അവര് ഗ്രൂപ്പിൽ ഇവരെ ആഡ് ചെയ്യൂ. ആ അപ്പൊ ശരി ഇവർക്ക് മാതാജി. നമ്മുടെ ടെമ്പിളിൽ നിന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ അവർക്ക് കിട്ടൂലോ. ആ ആ ഞാൻ ഗ്രൂപ്പ് ഇട്ടേക്കാം. ആ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഡിവോട്ടീസിന്റെ ഗ്രൂപ്പിൽ ഇടാം മാതാജി. ആഡ് ആയിക്കോളൂ നിങ്ങള്. പിന്നെന്താ മാതാജി ഇന്നത്തതെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. മാതാജി ഒരുപാട് സ്ട്രെയിൻ ചെയ്തല്ലേ പറഞ്ഞു. ക്ലാസ് നന്നായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവണ വരെ പറഞ്ഞു തരിക എന്നുള്ളതല്ലേ നമ്മുടെ ദൗത്യം. മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ മനസ്സിലാക്കണല്ലോ. ഇനി കുറച്ചും കൂടി നമ്മൾ ലെവൽ 2 പോകുമ്പോ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോഴും എഴുതിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ. മാതാജി പറയുന്നത് എന്റെ ആ സാരാംശം മുഴുവൻ എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ട്. താല്പര്യം, ആഗ്രഹത്തോടു കൂടി പഠിക്കണ്ടേ നിങ്ങൾ എന്ന് കാണുമ്പോ അതന്നെ ഏറ്റവും സന്തോഷം. മാതാജി എത്ര പേര്